ഹായ് ഡിയേഴ്സ്, ഇന്ന് എനിക്കൊരു ബ്രൈഡൽ മെഹന്തി വർക്കാണുള്ളത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് താന്നിക്കമുക്കിലാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ബിലോ 200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ ഈ കൈ കിടക്കുന്ന വള നമ്മുടെ സൈറ റെൻറ്റൽസിൻ്റെ പുതിയ കളക്ഷനാണ്. നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാനും പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡ് ഗായത്രി. ആൾ എന്നോട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെമി ബ്രൈഡൽ ഡിസൈൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ഫുൾ ഹാൻഡ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഫുൾ ഹാൻഡ് ആയിരുന്നു ചെയ്തു കൊടുത്തത്. ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ കുറേ ഡിസൈൻസ് ഒക്കെ നോക്കി അതിനകത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറേ എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആൾ എൻ്റെ ഇത്താടെ ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം അവരുടെ സ്കൂളിലെ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടായിരുന്നു നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിനെ പറ്റി പറയാനാണെങ്കിൽ ആളൊരു ടീച്ചറാണ്. അതുകൂടാതെ ആൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സും ഉണ്ട്. ആൾ സ്വന്തമായിട്ട് ജ്വല്ലറീസ് ഒക്കെ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, സംസാരിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളായി. എൻ്റെ വർക്കിന്റെ കാര്യവും ചേച്ചിയുടെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ ജ്വല്ലറി മേക്കിങ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചേച്ചിയാണെന്ന്. പിന്നെ ഫ്രണ്ട് ഹാൻഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 hours ഉണ്ടായിരുന്നു ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമൊക്കെ മെഹന്തി ഇടുന്ന ടൈമിൽ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടായിരുന്നു നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അന്നൊന്നും നല്ല പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ 6-7 മണിക്കൂർ എടുത്തായിരുന്നു ഈ വർക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നത്. ചേച്ചിയുടെ വെഡിങ് ബ്ലൗസ് ചേച്ചി സ്വന്തമായിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും വർക്ക് ബാക്കി കിടക്കുന്നതുകൊണ്ട് എൻ്റെ വർക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്കും ഇതുപോലെ മെഹന്തി ഇടണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.